അദ്ദേഹം വിളിച്ചു, ഞങ്ങൾ എടുത്തിട്ടില്ല. അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ, അതായത് നമ്മളെന്തോ വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കില്ല, അയാളെയൊക്കെ ചിരിപ്പിച്ച് ഇത് ഒരു വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്. രാജ്യവിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ അഖിൽ മാരാറിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. നിലവിൽ ഈ നിമിഷം വരെയും അഖിൽ മാരാറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ഒളിവിലാണ്. പുള്ളിയുടെ മൊബൈൽ ഫോൺസും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും എവിടെങ്കിലും ഒളിച്ചിരുന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിനായിരിക്കാം. എന്തായാലും ജാമ്യം കിട്ടുന്ന കാര്യം വളരെ സംശയമാണ്. ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പുകളൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്. പോരാത്തതിന് രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ജാമ്യം കിട്ടാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. പോലീസുകാർ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിമാൻഡ് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത്തരത്തിലൊക്കെയുള്ള ഒരു മണ്ടത്തരങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. അനാവശ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പുള്ളിക്കാരൻ വന്നിരുന്ന് പറഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെ കൊട്ടാരക്കര വാർത്തകളിലെ ഷിജു പടിഞ്ഞാറ്റിങ്കര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് അഖിൽ മാരാറിന്റെ പേരിൽ കേസ് കൊടുത്ത ആൾക്കാരടുത്ത്, BJP പ്രവർത്തകരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അവരെന്തിൻ്റെ പേരിലായിരുന്നു കേസ് കൊടുത്തതും ഈ കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ അവർ വളരെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അഖിൽ മാരാറിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അനീഷ് ചായക്കടയിൽ ഇങ്ങനെ ചായ കുടിച്ചങ്ങനെ ഇരിക്കുകയല്ലേ? വൈകിട്ട് ചായ കുടിക്കും. ഇപ്പോഴത്തെ നമ്മളെ വിഷയം നമ്മളെ അഖിൽ മാരാറിന്റെ വിഷയമാണ്. എന്തുവാ സംഭവം? എന്തുവായി സംഭവം? അഖിൽ മാരാർ ഒളിവിലാണ്. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പ്, അതായത് ദേശവിരുദ്ധ കുറ്റത്തിന് 152 BNS നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. അപ്പം ആ കേസെടുത്ത് അറിഞ്ഞ മുതൽ തന്നെ അദ്ദേഹം സ്വിച്ച് മൊബൈൽ ഓഫൊക്കെ ചെയ്ത് എവിടോ സുരക്ഷിതമായ ഒളിവിൽ താമസിക്കുന്ന എന്ന അറിവാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഉച്ചയ്ക്ക് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പറഞ്ഞത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടില്ല. അപ്പോൾ അത് എത്രയും വേഗം തന്നെ അത് പിടികൂടാനുള്ള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തോരം തോന്നിവാസമാണ് പുള്ളി വന്നിരുന്ന് പറഞ്ഞതെന്ന്. ഒരു രാജ്യത്തിന് എഗെയിൻസ്റ്റ് ഒക്കെ വളരെ സീരിയസ് ഒരു അലിഗേഷൻ പറയുമ്പം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തെളിവ് കാണിച്ചിട്ട് വേണം പറയാനായിട്ട്. വെറുതെ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ മൗത്ത് പീസായിട്ട് വന്നിരുന്ന് സംസാരിക്കരുത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി ഇതിനകത്ത് പാർട്ടി ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഒരു കാര്യവുമില്ല. കാര്യം നമ്മുടെ രാജ്യം എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് വന്ന് ഇമാതിരി തോന്നിവാസം പറയേണ്ട ആവശ്യം ഇങ്ങേർക്കുണ്ടോ? പലപ്പോഴും പുള്ളിക്കാരൻ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തോട്ട് എനിക്ക് നല്ല യോജിപ്പുണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ പുള്ളി ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുമ്പം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നതനുസരിച്ച് ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ പേടിയുണ്ട്. അതായത് എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് രാജ്യദ്രോഹ കുറ്റമൊക്കെ പുള്ളിയുടെ പേരിൽ ചുമത്തി കഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പുള്ളിയുടെ ലൈഫിൽ വരും. പ്രത്യേകിച്ച് ചില കൺട്രികളിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, വലുതായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യും. അഥവാ പുള്ളിക്കാരന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പോലും ഉപാധികളോട് കൂടിയിട്ടുള്ള ജാമ്യമായിരിക്കും. അതിനകത്ത് പല റെസ്ട്രിക്ഷൻസ് കാണും. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? പുള്ളിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഇൻകം ഒക്കെ ഉണ്ടാക്കുന്നത്. അല്ല ഇനിയിപ്പം വേറെ ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പുള്ളിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ലൈഫിനെ തന്നെ ഒരുപാട് ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായിട്ടിരിക്കട്ടെ. ഇനിയെങ്കിലും വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്നിരുന്ന് വിളിച്ച് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് സംസാരിച്ചോ. പക്ഷേ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ഒക്കെ ഉള്ള ഒരു രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിക്കും വേണ്ടി സംസാരിക്കുന്നതല്ല, ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമല്ല. പക്ഷേ ഇത് കാണുന്ന ഒരു മനുഷ്യന് തോന്നുന്ന ഒരു സാമാന്യ ബോധം ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പം, അങ്ങനെ നമ്മൾ വന്ന് റിയാക്ട് ചെയ്യണതാണ്. എന്തായാലും ബാക്കിയോടെ കാണാം. ഇത് കുഴപ്പമാവൂലേ? തീർച്ചയായും ഇതൊരു ചെറിയ കേസല്ലല്ലോ. നമ്മളിത് പറയുന്നത് ഇതൊരു രാജ്യവിരുദ്ധ കുറ്റം. നമ്മളിതിനൊന്നും ഒരിക്കലും ഈ പറയുന്ന പോലെ സിമ്പിളായി കാണാൻ സാധിക്കില്ല. ഇത് വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധ പരാമർശം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ശത്രു പാകിസ്ഥാനേക്കാൾ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് രാജ്യത്തെ തള്ളി പറഞ്ഞാൽ പാകിസ്ഥാനേക്കാളും വലിയ കള്ളനായിട്ട് പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറയാം. മനസ്സിലായി? അതിലും വലിയ ഒരു വിരുദ്ധനാണ് സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കില്ല. അദ്ദേഹം കലാകാരനൊക്കെ തന്നെ ആയിരിക്കാം. അദ്ദേഹം ബിഗ് ബോസിലൂടെ വിന്നറായി. അത് ചിലപ്പോൾ ആ കഴിവുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ
അത് സത്യമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാരണമാണ് പുള്ളിയെ ഒരുപാട് ആൾക്കാർ അറിയപ്പെടാനും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടാനും തുടങ്ങിയത്. ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുന്നേ ഈ പുള്ളിക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. ആ ഹേറ്റേഴ്സിനെ മൊത്തം ഈ പുള്ളി ഫാൻസ് ആക്കിയിട്ട് മാറ്റിയ ഒരു പരിപാടിയായിരുന്നു ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇനി ബിഗ് ബോസിൽ വിന്നറായിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ എന്നെ അഹങ്കാരിയാക്കരുത് എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു അഹങ്കാരിയായിട്ട് മാറിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്ത ഏറ്റവും ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് തോന്നിവാസമായിരുന്നു വന്നിരുന്ന് പറഞ്ഞത്. കഷ്ടം തോന്നുന്നു എന്തായാലും. പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ. അപ്പോൾ ആ തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടി? ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി. അദ്ദേഹം നിരവധി വീഡിയോകളൊക്കെ ചെയ്യും, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എത്ര ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെയും ഒരു സെലിബ്രിറ്റി അല്ലേ, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനൊക്കെ ആ രീതിയിൽ കണ്ടിട്ടുള്ളൂ. നമ്മൾ അതൊക്കെ വ്യക്തിപരമായ കാര്യം, നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ലൈവ് ഞങ്ങൾ സെയിം അന്ന് ഈ ഒരു ടീമാണ്, ഞങ്ങൾ 3 പേരാണ് പാർട്ടി ഓഫീസിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ വർക്കുകളാണ്, ഞങ്ങളുടെ സംഘടനാ കാര്യമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ പറയുന്നത്. നമ്മൾ ഈ ഒരു ഇത് ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു വീണ്ടും 2 തവണ കണ്ടപ്പോഴാണ് ഈ ഒരു ബലൂചിസ്ഥാൻ്റെ വിഷയം, അതാണ് പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത്. രാജ്യവിരുദ്ധ പരാമർശമുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെ ജനറൽ സെക്രട്ടറിമാരാണ് പ്രസാദ് പള്ളിക്കൽ, ബി സുജിത്ത്, ഞങ്ങൾ 3 പേരുടെ ആലോചിച്ചു. അടിയന്തരമായി പരാതി കൊടുക്കണം ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുമായിരുന്നു. തീരുമാനിച്ച ശേഷം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദിൻ്റെ ജില്ലാ പ്രസിഡന്റ് അനുമതി വാങ്ങിച്ച ശേഷം ഞങ്ങളെങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്, ഞങ്ങൾ കൊടുക്കട്ടെ, ധൈര്യമായി കൊടുത്തോളൂ എന്ന് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിൻ്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഈ പരാതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരുടെയും ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു പരാതിയായിട്ട് അവർ മുമ്പോട്ട് വന്നതും ഈ പറയുന്ന പരാതി കൊടുത്തതും. ഓക്കെ, നിലവിലെ സാഹചര്യത്തിൽ അഖിൽമാരാറിന് ജാമ്യം കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാര്യം പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് വട്ടം പുള്ളിക്കാരൻ എഗെയിൻസ്റ്റ് പറഞ്ഞ് അതിൻ്റെ പേരിൽ കേസൊക്കെ ഉണ്ട്. പണ്ട് ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേയും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു. അപ്പം നിലവിലും എനിക്ക് തോന്നുന്നു ഈ വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്തൊക്കെയോ കേസുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസും കൂടി വന്നു കഴിഞ്ഞാൽ അത് ജാമ്യം കിട്ടുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാശ് ചിലവാകും. മാത്രമല്ല ഇത്രയും നാൾ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ പൈസയുടെ പകുതിയോളം ഈ ഒരു വിഷയത്തിൽ ചിലവാകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ സ്വന്തം ലൈഫ് തകർക്കുന്ന പരിപാടിയാണ് ഈ പുള്ളിക്കാരൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ തെളിവുകളൊക്കെ മൊഴിയൊക്കെ എടുത്തു. ശേഷം രാജ്യവിരുദ്ധ കുറ്റത്തിന് 152 BNS പ്രകാരം കേസെടുത്തിട്ടുള്ളതാണ്. എന്തിനിങ്ങനെ വേണ്ടി, എന്ത് കാര്യത്തിനാണ്? നിലവാരം കുറഞ്ഞ ഒരു പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തൊക്കെ വഴികളുണ്ട്? സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ട മാതിരിയാണ് പറയുക. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്ലിയർ എവിഡൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന രീതിയിൽ അദ്ദേഹം ആധികാരികമായിട്ടാണ് പറയുന്നത്, സംശയം പോലും അല്ല പറയുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളി കണ്ടത് കണക്കാണ് പറയണത്. അതായത് ഇന്ത്യയാണ് ബലൂചിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്നതും ഇന്ത്യയാണ് ആയുധങ്ങൾ കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതെന്നൊക്കെ പുള്ളി കണ്ടതുപോലെയാണ് വന്നിരുന്ന് പറയണത്. ഇത്രയും അറിവും ബോധമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിരുന്ന് പറയുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇരുന്ന് ചിന്തിക്കും, ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്നാണ് നമ്മളെല്ലാവരും ഇരുന്ന് ആലോചിക്കുന്നത്. കാര്യം പലപ്പോഴും പല വിഷയങ്ങളിലൊക്കെ വളരെ അറിവോടെ കൂടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എന്നിട്ട് പുള്ളി ഇത് വന്നിരുന്ന് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ബലൂചിസ്ഥാനുകൾ ഫണ്ട് കൊടുത്തു, ബലൂചിസ്ഥാനുകൾക്ക് ആയുധം കൊടുത്തു, അവന്മാരെടുത്ത് ഇവനെ ചുരുട്ടും. എന്ത് വൃത്തികെട്ട രീതിയിൽ! ഇതിനൊക്കെ ആരാണ് അഖിൽമാരാർക്ക് ധൈര്യം കൊടുക്കുന്നത്? അവർ ശക്തമായ പിന്തുണ, ആരുടെയൊക്കെ പിന്തുണ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രവണതയൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. കൃത്യമായി അത് ഏതറ്റം വരെ പോകാനും പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിയമപരമായും സംഘടനാപരമായും സംസ്ഥാന അധ്യക്ഷനെ ഒക്കെ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഈ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ എവിടം വരെ പോകും, അവിടം ഈ ഒരു കേസ് എടുക്കും, യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ചോദിക്കാനുള്ളതേ, ഈ അനീഷ് പരാതി കൊടുത്തതിന് ശേഷം അഖിൽമാരാർ അനീഷിനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അങ്ങനെ ചെയ്തായിരുന്നു? പരാതി കൊടുത്തതിന് അന്ന് രാത്രി തന്നെ അദ്ദേഹം നിരവധി തവണ ഫോണിൽ കൂടെ വിളിക്കുകയുണ്ടായി. ആ സമയത്ത് നമ്മുടെ സംഘടനാ മീറ്റിംഗ് സമയത്ത് എടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തി കേസ് കൊടുത്തിട്ട് ഇനി അദ്ദേഹത്തോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പുള്ളിയുടെ ഫോണിൽ മാരാർ കുറേ വട്ടം കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന്. വിളിച്ചപ്പം ഇവർ ഫോൺ എടുത്തില്ല. കാര്യം ഇനി അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് അവർ സംസാരിച്ചില്ല. പക്ഷേ എന്തിനായിരിക്കും വിളിച്ചതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ പേരിൽ ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ലൈഫിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് പറയുന്ന പല സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാനായിരിക്കും പുള്ളിക്കാരെ കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ പിന്നെ വെറുതെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം വിളിച്ചു, ഞങ്ങൾ എടുത്തിട്ടില്ല. അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ മെസ്സേജ്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ
ചിരിപ്പിച്ച് കൊല്ലാതെ, അതായത് നമ്മളെന്തോ വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കില്ല, അയാളെയൊക്കെ ചിരിപ്പിച്ച്, ഇത് ഒരു വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്, എന്നെ കളിയാക്കാൻ വരുന്നത്. നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പല കോമാളിത്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പല എന്താ പറയുക ഓവർ ഷൈനിങ്, എന്താ പറയുക ചീപ്പ് ഷൈനിങ് എന്ന് വേണം പറയാം, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യം, ഇപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷേ അതിനൊന്നും വിമർശിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഇപ്പോൾ ഇത് രാജ്യത്തെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മളിത് അയാൾക്കെതിരെ പരാതി കൊടുത്തത്. അല്ലാതെ അയാളുടെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ചിരിപ്പിച്ച് കൊല്ലാനൊക്കെ പറഞ്ഞ അയാളൊരു മെസ്സേജ് ആയിട്ടുണ്ട്. നമ്മളിതൊന്നും ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കളിയാക്കുന്ന രീതിയിലുള്ള മെസ്സേജൊക്കെ ആയിരുന്നു അയച്ചു തരുന്നത്. ശരിക്കും ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചൊരു പരിപാടി തന്നെയാണ്. പക്ഷേ അവർ ഫോൺ എടുത്തില്ല. അത് യാതൊരു സംശയവുമില്ല. കാര്യം ഇതിൻ്റെ സീരിയസ്നെസ് നല്ല വ്യക്തമായിട്ട് ഇപ്പോൾ മാരാറിന് മനസ്സിലായിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. പുള്ളി ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്ത് പുള്ളി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി പോയി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും പേഴ്സണലി പറയുന്ന ഒരു കാര്യം ഞാൻ വന്ന് പബ്ലിക്കലി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു തെറ്റായിപ്പോയി, ഞാൻ കാണിച്ചൊരു മണ്ടത്തരമായിപ്പോയെന്ന് അങ്ങേര് തന്നെ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് അയാൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുന്നത്. ഇനി ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നൊരു പുള്ളി കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് അഖിൽമാരാറിനെ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു എന്നും അഖിൽമാരാറിൻ്റെ ജാമ്യാപേക്ഷയെ പറ്റിയിട്ടും സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കുമെന്നും പറയുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപോകാം. നമ്മൾ സപ്പോർട്ട് കൊടുത്തപ്പം അഖിൽമാരാരെ പറഞ്ഞതിനകത്ത് ദേശവിരുദ്ധമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ BNS ഭാരതീയ ന്യായ സംഹിതയുടെ 152 ആണ് വകുപ്പ് പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൊടുത്തതിൻ്റെ, കൊട്ടാരക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ 152A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 7 വർഷം വരെ തടവും പിഴയും കൂടി വരെ ചെയ്യാവുന്നതാണ്. ജാമ്യമില്ലാ കുറ്റമാണ്. ഇപ്പോൾ അഖിലിന് എനിക്ക് തോന്നുന്നത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. സുപ്രീം കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ പോകും. ഞാനിന്നിപ്പോൾ അഖിലിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, ഒരു മാർഗ്ഗമില്ല. അഖിലിൻ്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. എന്നിട്ട് ഞാൻ അഖിലിൻ്റെ അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ വിളിച്ചു നോക്കി. സന്ദീപും പറഞ്ഞു വേറെ നമ്പർ ഉണ്ടോ എന്ന് അറിയില്ല, വേറെ നമ്പറില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഊഹിക്കുന്നത് ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കുന്നല്ല. കണ്ടോ, ഇതാണ് നിലനിൽത്ത സിറ്റുവേഷൻ എന്നാണ് എല്ലാവരും പറയണത്. മാരാറിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതായത് പുള്ളിയുടെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള സന്ദീപ് വാര്യരെ വിളിച്ചപ്പോഴും വേറെ നമ്പറൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അനാവശ്യമായിട്ട്, അതായത് നമ്മുടെ ഒരു രാജ്യം വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് പാർട്ടി കൊണ്ടുവന്ന് അതിനകത്ത് വലിച്ചിടുക, വായി തോന്നുന്ന തോന്നിവാസം പറയുക, ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.